നീ ചെയ്യോ, നീ വിട്ടുകളയോ? ഞാൻ ഇങ്ങനെ അനങ്ങിയൊക്കെ നോക്കുന്നുണ്ട്, എനിക്ക് ചുമക്കാൻ പറ്റും. ഞാൻ തിരിച്ച് കാറിൽ റൂമിലേക്ക് വരുമ്പോഴേ ഞാൻ ഇങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്, എന്ത് ചെയ്യും, ആരെങ്കിലും വിളിച്ചാലോ, ഇപ്പം ഞാൻ ലീവ് എടുക്കേണ്ടി വരുമോ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ കാറിലിരുന്ന് അനങ്ങി നോക്കുന്നുണ്ട്, വേദന ഉണ്ടോ. ഇങ്ങനെ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ചുമക്കാൻ പറ്റില്ല. കാണിക്കുമ്പോൾ എനിക്കിവിടെ വേദനയാണ്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് പോയി. പറഞ്ഞു വന്ന കാര്യം ട്രാഫിക് അതേപോലെ ആയിരിക്കാം, അതേപോലെ തന്നെ ആണ്. ഷൈജുക്ക് ഫിസിക്കലി ഭയങ്കരമായിട്ട് ടയർഡായി, അല്ലെങ്കിൽ ഒരുപാട് പുള്ളി കഷ്ടപ്പെട്ട പടമാണ്. പുള്ളി അഡ്മിറ്റ് ആയിരുന്നു ട്രാഫിക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പുള്ളി എന്തോ ഡീഹൈഡ്രേറ്റ് ആയിട്ടെന്തോ തല ഇറങ്ങിയിട്ട് പുള്ളി 1-2 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. സമീർ ഖാനാണ് എന്നിട്ട് അത് ഷൂട്ട് ചെയ്തത്. പിന്നെ ട്രാഫിക് ഷൂട്ട് ചെയ്യുമ്പോൾ ഷൈജു ഖാൻ്റെ കൂടെ ജോമോൻ ടി ജോണാണ് അസോസിയേറ്റ് ക്യാമറമാൻ. ജോമോൻ ഓൾസോ ഹെൽപ് ഹിം എ ലോട്ട് വൈൽ ദ ഷൂട്ട് ബിക്കോസ് ദേ വർ ഫ്രണ്ട്സ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് സമീർ ഖാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ജോമോനുള്ളതും ഷൈജു ഖാക്ക് ഒരു ഹെൽപ്പ് ആയിരുന്നിരിക്കാം, എനിക്കറിയില്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ആ പടം. ബട്ട് സനു താഹിർ വർക്ക് ചെയ്തതാണ് ആ പടം. നമ്മുടെ രോമാഞ്ചത്തിൻ്റെ DP സനുവിൻ്റെ ഫസ്റ്റ് പടം ഷൈജു ഖാൻ്റെ കൂടെയാണ്, ട്രാഫിക്കാണ്. അൻവർ ഷീദ് എനിക്ക് തോന്നുന്നു 2010 ശേഷം ഇതുവരെ അങ്ങനെ ഒരു മാധ്യമത്തിലൊന്നും അങ്ങനെ സംസാരിച്ച് കേട്ടിട്ടില്ല. അൻവർ ഷീദായിട്ട് ഓർത്തിരിക്കുന്ന ഒരു കോൺവെർസേഷൻ പറയുക അബൌട്ട് സിനിമ. അബുഖാനെ കണ്ടു കഴിഞ്ഞാൽ ഞാനും അബുക്ക് അങ്ങനെ സിനിമ ഒന്നും സംസാരിക്കാറില്ല. ജോലിയെക്കുറിച്ച് സംസാരിക്കും, വിച്ച് സിനിമ, അപ്പം എന്താ വരാനുള്ള എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ എന്താണ്, അല്ലെങ്കിൽ മറ്റേത് എന്തായി, ഇപ്പം നീ എന്താ ചെയ്യണേ, അല്ലെങ്കിൽ മറ്റവനെവിടെ എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങൾ. അതല്ലാതെ വേൾഡ് സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ചുള്ള ഫ്ലറിഷിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനോ എന്നാ അബുക്കായാലും സമീർക്കായാലും ഷൈജുക്കായാലും നമ്മളൊക്കെ സംസാരിക്കുമ്പോഴായാലും ഇങ്ങനെ ഈ നിങ്ങൾ ഉദ്ദേശിക്കണ പോലെ തിന്നണത് സിനിമ അങ്ങനെയൊന്നുമല്ല, ഒന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഒന്നും വർത്താനം പറയാറില്ല. പറയാറുണ്ടെങ്കിൽ തന്നെ മറ്റേ പപ്സ്, മറ്റേ പഴംപൊരി, നമ്മൾ അങ്ങനത്തെ ആൾക്കാർ തന്നെ. ആമ്പുക്കയും അതേപോലെ നമ്മൾ നാട്ടിലെ കാര്യങ്ങളോ എന്തെങ്കിലും കൂട്ടുകാരെ കുറിച്ചോ അതിനെക്കുറിച്ചൊക്കെ വ്യക്തികളെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയുള്ളൂ. ലോക സിനിമയെ മറ്റേ ഡയറക്ടറെ അയാളുടെ മറ്റേ പടം ഉണ്ടാവും. ഓഫ്കോഴ്സ് അങ്ങനത്തെ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടാവണ്ടേ, ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ അതിന് വേണ്ടി ആരും അങ്ങനെ ഇരിക്കാറില്ല. കുറച്ച് സിനിമ ചർച്ച ആവാം, അതിനുവേണ്ടി ഒന്നും ആരും ഇരിക്കാറില്ല. നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സിനിമ വന്നു ഒരു ലൈക്ക് യുനോ ജെന്യുവൻ ആയിട്ടുള്ളൊരു പോയിന്റ് ആരെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു കോൺവെർസേഷൻ പോയാലേ ഉള്ളൂ. ലൈഫിൽ ഒരു പോയിന്റ് കഴിയുമ്പോഴേ വേൾഡ് സിനിമയുടെ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ട് നീ സിറ്റി കോഡ് കണ്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നില്ലേ? അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാനത് ഇപ്പോൾ റഹ്മാൻ ഇഷ്ടം പോലെ സിനിമ കാണുന്ന ആളായിരുന്നു. പക്ഷെ റഹ്മാൻ ഇന്ത്യൻ കണ്ടന്റാണ് റഹ്മാൻ ഇഷ്ടം. റഹ്മാൻ എപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ കണ്ടന്റുകളാണ് അവന് കാണാൻ താല്പര്യം. ഓഫ് ബീറ്റൊക്കെ ആണെങ്കിൽ പുള്ളി നല്ലതാണെങ്കിലും പുള്ളി ഇച്ചിരി ഓഫ് ബീറ്റാണെങ്കിൽ ഇത് കാണേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളതുകൊണ്ട് മാത്രം പുള്ളി എന്നെ കടിച്ചു പിടിച്ചൊക്കെ ഇരുന്ന് കാണാമെന്നല്ലാതെ പുള്ളി എൻജോയ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈജു ഖാൻ്റെ ബിഗ് കളക്ഷൻ ഉണ്ട്, ബിഗ് കളക്ഷൻ. അത് ഷൈജു ഖാൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിലോ ഇങ്ങനെ എൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലൈബ്രറിയാണ്. അതിൽ ലിജോ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, ആഷിഖ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, അമൽ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്, പിന്നെ അമ്പു എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താലും മിനിമം ഒരു 550 പടം ഒരു ഫോൾഡറിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓരോരുത്തരുടെ കളക്ഷൻസാ. അപ്പോൾ ഇവരുടെയൊക്കെ ടേസ്റ്റുകൾ നമുക്കിങ്ങനെ കാണാം. അല്ലെങ്കിൽ ഇവരൊക്കെ കാണുന്നത് എന്താണ്, ഏതെങ്കിലും ഒരു പടമൊക്കെ ഇട്ട് കാണുമ്പോൾ ഇവരുടെ പടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഷാഡോ അവിടെ വന്ന് ഇങ്ങനെ മിന്നിപ്പോകുന്ന പോലെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഞാൻ അതിൽ നിന്ന് ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഷൈജു ഖാൻ ഈസ് പിന്നെ ഹാർഡ്കോർ ഫിലിം ബഫ്. ദിസ് വാച്ചിങ് എന്ന് പറഞ്ഞാൽ പുള്ളി ഇരിക്കൂടോ, പുള്ളി ഒന്നും ചെയ്യില്ല, പുള്ളി ഇങ്ങനെ തപസ് ഇരിക്കണ പോലെ ഇരുന്ന് ഇങ്ങനെ കാണും സാധനം. അതാണ് പുള്ളിയുടെ പ്രിപ്പറേഷൻ. എന്തിനു വേണ്ടിയും പുള്ളി സമയമെടുത്ത് ഇരുന്ന് പുള്ളി എല്ലാം ഇരുന്ന് കാണും.
ഇപ്പം ഈ കണ്ട ലൈബ്രറികളിൽ തന്നെ എനിക്ക് എൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ലിജോ എന്ന് പറയുന്ന ഫോൾഡറാണ്. മിക്കവാറും ഫിലിംസ് വരുന്ന കുറച്ച് റീജിയൻസ് നമുക്കറിയാലോ. ഇതൊന്നും അല്ലാത്ത ഒരു പ്രോപ്പർ ഫിലിം ഇൻഡസ്ട്രി പോലും ഇല്ലാത്ത ചില രാജ്യങ്ങളിൽ നിന്ന് സ്മോൾ സ്കെയിൽ സിനിമകളൊക്കെ ഫെസ്റ്റിവലിന് വരും. ഈ ഭാഷ പോലും നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു കൺട്രി ഉണ്ടെന്ന് പോലും നമുക്ക് അപ്പോഴായിരിക്കും അറിയുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ പടങ്ങളൊക്കെ ഫെസ്റ്റിവലിനൊക്കെ എല്ലാ വർഷവും വരും കുറച്ചൊക്കെ. അങ്ങനെയുള്ള കളക്ഷൻസ് ഉണ്ട് ലിജോന്റെ ഫോൾഡറിൽ. പല ഒരു പടം ഞാൻ നോക്കിട്ടെ, അത് ഏത് ഭാഷ പറയുന്നത് ഭാഷ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ ഇത് ഇപ്പോഴല്ലടാ, ഇതിപ്പോ യൂട്യൂബിൽ കിട്ടുമായിരിക്കും. ഇതിവരെങ്ങനെ സോഴ്സ് ചെയ്ത് ആ ഇൻട്രസ്റ്റും വേണ്ടേ? ഇപ്പൊ കാണാൻ ആഗ്രഹമുണ്ട്, എന്ത് കാണണമെന്നും കൂടെ ഉള്ളൊരു ഐറ്റം വേണ്ടേ? വിച്ച് ഇസ് ഗുഡ് ആൻഡ് വിച്ച് ഇസ് ബാഡ് എന്നുള്ളൊരു ധാരണ ഉണ്ടായാലല്ലേ അത് നടക്കുള്ളൂ. അതിന് ശേഷം ഇത് സോഴ്സ് ചെയ്യുക. ലിജോന്റെ പടങ്ങൾ കണ്ടിട്ടില്ലേ? ഹീസ് ക്രേസി. പുള്ളി കാണുന്നത് അങ്ങനത്തെ പടങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം ദഹിക്കൂല, ചിലതൊക്കെ നമ്മള് ട്രഷ് ചെയ്യും. എന്തായിരുന്നു അമൽനീരത്തിന്റെ സെറ്റിലുണ്ടായിരുന്നത്? മോസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് സിനിമകളാണ്. US ഹിസ്റ്ററി ഓഫ് വയലൻസ് ഒക്കെ പോലെ അങ്ങനത്തെ കുറച്ച് പടങ്ങളാണ്. എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ച് ഒലച്ച ഒരു സിനിമ, ഞാനൊരു പടം കണ്ട് എല്ലാ തരത്തിലും ദി നമ്പർ 1 എന്ന് എനിക്ക് തോന്നിയൊരു സിനിമ എന്ന് പറയുന്നത് ഇൻസെൻറ്റീസ് ആയിരിക്കും. നമ്മുടെ ഡൂണിൻ്റെ ഡയറക്ടറിൻ്റെ ഇൻസെൻറ്റീസ്. അതായത് ഒരു 1-2 മാസം എന്നെ ഡിസ്റ്റർബ് ചെയ്തായിരുന്നത്. ഓവർ 2 months I was disturbed because of that movie. അത് ഷൈജുക്ക പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ്. എടാ ഈ പടം ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടതാണ്. അത് കണ്ടത് അമലേട്ടൻ്റെ ഫോൾഡറിൽ നിന്നാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് സിനിമ കണ്ടിരിക്കുന്നത് ഫ്രം ഹിസ് ലിസ്റ്റ്, മിസ്റ്റർ അമൽ നീരദ്സ് ലിസ്റ്റ്. പുള്ളിക്ക് ഇതൊന്നും അറിയില്ല, പുള്ളി അതിനൊരു കാരണമായിട്ടുണ്ട്. ബട്ട് അമലേട്ട, this much difference it makes when you do something. ഓൾഡ് ബോയ് എന്താ ചെയ്തത്? That is like more like my kind of cinema. എനിക്ക് അങ്ങനത്തെ കൾട്ടാണല്ലോ. മാസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാണ്. നമ്മൾ നേരത്തെ ഈ സ്റ്റീരിയോ ടൈപ്പ് മാസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് ബിഗ് ബി പോലെയാണത്. മുണ്ടാതെ മാസ് എന്ന് പറയുന്ന പോലെ ഒരു കൾട്ട് മേക്കിംഗ് ആണ്. ലവ്ഡ് ഇറ്റ് എ ലോട്ട് ഓഫ് തിങ്, എസ്പെഷ്യലി ദ സിനിമാറ്റോഗ്രാഫി ആസ് യു നോ ആൻഡ് ദ റൈറ്റിംഗ് പാർട്ട്. ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ ആയിട്ട് വരണ്ടേ? വന്നു, നിനക്ക് വിശ്വാസമായി. സത്യം പറ, നീ ഒരാളുടെ അടുത്ത് പിച്ച് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ പിച്ച് ചെയ്ത് തീർക്കുക? പിച്ച് ചെയ്താൽ പോരല്ലോ. വി ഹാവ് ടു സെൽ ദാറ്റ് ഐഡിയ ടു ദാറ്റ് ഗൈ. നോ, അത് സെല്ല് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുന്നില്ല. അവരത്രയും മിടുക്കന്മാരായിരിക്കും. We are not that greatness. Pursuit of Happiness കണ്ടപ്പോൾ എന്താ തോന്നി? എനിക്ക് ഭയങ്കര ഇഷ്ടമായ പടമാണ്. പക്ഷെ എനിക്ക് സങ്കടപ്പടങ്ങളെ ഇഷ്ടമല്ലാഞ്ഞിട്ട് എനിക്ക് സങ്കടം വരണോണ്ടാ. I love the movie Pursuit of Happiness. അത് actors Will Smith and his son Jaden and Will killed it എന്നുള്ളതാണ്. ഈക്വലി അവൻ കരാട്ടെ കിട്ട് ചെയ്യുന്നതിനേക്കാൾ താഴെ എന്ത് പ്രായം ഉണ്ടോ അത് ചെയ്യുമ്പോൾ. ഭീഷ്മപർവത്തിന് ശേഷമേ ആക്ഷൻ റോബോട്ടിക് ക്യാം ഉണ്ടല്ലോ, അത് കുറേ പടത്തിൽ വരുന്നുണ്ട്. ചില പടത്തിൽ അത് അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യണമെന്നുള്ള ചോദ്യം പല ആളുകളും റിവ്യൂ ആയിട്ടും റൈറ്റപ്സ് ഒക്കെ ആയിട്ടും വരുന്നുണ്ട്. ഒരു എക്യുപ്മെൻറ്റ് വന്നാൽ അത് കുറേ ഓവർ യൂസ് ആവുന്നുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എക്സ്ക്ലൂസീവായിട്ട് വരുന്ന എക്യുപ്മെൻറ്റ്സ് ഒക്കെ, ഒന്നാമത്തെ കാര്യം നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സും നമ്മുടെ സിനിമയെ നോക്കിക്കാണുന്ന പോലെയല്ല. എസ്പെഷ്യലി ഇൻ ഹൈദരാബാദ് ആൻഡ് ഓൾ, അവർ ഇൻഡസ്ട്രിയെ നോക്കി കാണുന്നത് ഇറ്റ്സ് ഓൾ നമ്പേഴ്സ് ഫോർ ദം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു സീൻ, ഇറ്റ്സ് എ ബിഗ് സീൻ എന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരുപാട് സീൻസ് ഇങ്ങനെ പോകുന്നു, നീയാണ് ഡയറക്ടർ. ഒരു ബിഗ് സീൻ എന്തോ ചെയ്യണം എന്ന് തൻ്റെ മനസ്സിലുണ്ട്, അതിനെങ്ങനെയോ ട്രീറ്റ് ചെയ്യണം, നന്നാക്കണം. ഇതെങ്ങനെ നന്നാക്കും? പുള്ളി പറയണത് റോബോട്ടിക് ആകും കൊണ്ടുവന്നാൽ നന്നാവും എന്നാ പറയണേ. ഇന്ന സ്ഥലത്ത് മറ്റേ സീൻ അവിടെയാണ് ഷൂട്ട് ചെയ്യണം, നമുക്ക് അവിടെ എന്തായാലും മറ്റേ ബോൾട്ട് വേണം. ഐ ഡോണ്ട് ഈവൻ നോ ദ സീൻ. ആ സീൻ നമുക്കൊന്ന് ചർച്ച ചെയ്യാണ്ട് വന്നിട്ടല്ലേ ബോൾട്ടല്ല, നമുക്ക് ഹെലികോപ്റ്റർ വരെ കൊണ്ടുവരാം. എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് വന്നിട്ട് അങ്ങനെയുള്ള ഓവർ യൂസും മിസ്യൂസും എല്ലാം ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിഗ് സെറ്റപ്പ് ആണെങ്കിൽ ഇത് വേണം എന്നുള്ളൊരു നയത്തിലേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ബോംബെയിലൊക്കെ.
ബൈജാൻ വരുമ്പോൾ ഇത് 2 ട്രാക്കിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. പ്രൊഡക്ഷൻ വാല്യൂ ഒക്കെ തോന്നുന്നു, അതൊക്കെ നടക്കുന്നുണ്ട് മാൻ. റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, I mean, പ്രൈസ് ചെയ്യാൻ I'm not gonna, expose it or like അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ബട്ട് അങ്ങനെയുള്ള ഒരുപാട് കോമഡീസ് ഒക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ട്. നമ്മളാണത് ചെയ്യാത്തത്, വേറൊന്നുമല്ല, നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, അത്രയും കാശൊന്നും ഇല്ലാത്തതുകൊണ്ട്.